ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുറച്ചിടാം സവിനയം സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്രാശരണം. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 14-ാം സർഗം. വിഭീഷണോപദേശം. രാവണൻ സഭ വിളിച്ചുകൂട്ടി മന്ത്രം ചെയ്യാണ്. എല്ലാവരുമായിട്ട് മന്ത്രം നടത്തുകയാണ്. മന്ത്രിമാരെല്ലാം അവരവരുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. പ്രഹസ്തൻ, മഹാപാർശ്വൻ, അതേമാതിരി കുംഭകർണൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം അവരവരുടെ ഹിതങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി വിഭീഷണനാണ് പറയുന്നത്. വിഭീഷണൻ രാവണന്റെ സഹോദരനാണ്, വിഷ്ണുഭക്തനുമാണ്. അതേസമയം ധർമ്മം അർത്ഥകാമങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവനാണ്. അങ്ങനെയുള്ള വിഭീഷണന്റെ ഉപദേശം എന്താണെന്ന് കേൾക്കാം. നിശാചരേന്ദ്രസ്യ നിശമ്യവാക്യം സകുംഭകർണസ്യ ജഗർജിതാനി വിഭീഷണോ രാക്ഷസരാജമുഖ്യ വാചവാക്യം ഹിതമർത്ഥയുക്തം. നിശാചരേന്ദ്രന്റെ വാക്കുകളും കുംഭകർണന്റെ ഗർജനങ്ങളും കേട്ട ശേഷം വിഭീഷണൻ രാക്ഷസരാജാവിനോട് ഹിതവും അർത്ഥവത്തുമായ വാക്ക് പറഞ്ഞു. കുംഭകർണന്റെ സംസാരവും കേട്ടു, മഹാപാർശ്വന്റെ വർത്തമാനങ്ങളെല്ലാം കേട്ടതിന് ശേഷം രാജാവിൻ്റെ വാക്കും കേട്ടു. അതിനുശേഷം ഹിതമായ വാക്ക് പറയാണ് വിഭീഷണൻ. വൃതോഹി ബാണബാഹ്വന്തരഭോഗരാശി ചിന്താവിഷസ്സുസ്മിതതീഷ്ണദംഷ്ട്ര പഞ്ചാങ്കുളി പഞ്ചശിരോനികായ സീതാമഹാഹിസ്തവകേന രാജൻ. രാജൻ, ആ സീതയാകുന്ന പെരുമ്പാമ്പ് അങ്ങയെ പിടികൂടിയിരിക്കുന്നു. മാലയാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങ് പാമ്പിനെയാണ് എടുത്ത് കഴുത്തിലിട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം എന്ന് പറയാണ്. സീത കാരണം വന്ന ആപത്താണ് ഇതെല്ലാം. യാവന്നലങ്കാം സമാഭിദ്രവന്തി വലിമുഖാ പർവ്വതകൂടമാത്ര ദംഷ്ട്രായുധാശ്ചൈവ നഖായുധാശ്ച പ്രതീയതാം ദാശരഥായ മൈഥിലീം. ദംഷ്ട്രായുധന്മാരും നഖായുധന്മാരും ഗിരിശൃംഗതുല്യന്മാരുമായ ഈ വാനരന്മാർ ലങ്കയിലേക്ക് പാഞ്ഞെത്തുന്നതിന് മുമ്പ് സീതയെ ആ ശ്രീരാമന് തന്നെ തിരിച്ചു കൊടുക്കുക. ശ്രീരാമന് കൊണ്ട് കൊടുക്കുക സീതയെ, എങ്കിൽ ഈ ആപത്തില്ലാതെ ആകാം. യാവണ്ണ ഘൃന്നന്തി ശിരാംസി ബാണ രാമേരിതാരാക്ഷസപുങ്കവാനം വജ്രോപമാവായു സമാനവേഗ പ്രതീയതാം ദാശരഥായ മൈഥിലി. രാമനയച്ച വജ്രോപമങ്ങളും വായുസമാന വേഗങ്ങളുമായ അമ്പുകൾ രാക്ഷസപുങ്കവന്മാരുടെ തലകൾ കൊയ്യുന്നതിനു മുമ്പേ ദാശരഥിക്ക് മൈഥിലിയെ നൽകണം. ഭിത്വാമ താവൽ പ്രവിശന്തികായം പ്രാണാന്തികാസ്തേശനി തുല്യവേഗ ശിതാശരാ രാഘവ വിപ്രമുക്ത പ്രഹസ്തതേനൈവ വിഗദ്ധസേത്വം. പ്രഹസ്ത, രാമനയച്ച പ്രാണാന്തികങ്ങളും അശനിതുല്യ വേഗങ്ങളുമായ ശരങ്ങൾ നിന്റെ ദേഹത്തിൽ തുളച്ചു കയറാത്തതുകൊണ്ട് മാത്രം നീ ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നു. ശ്രീരാമന്റെ അമ്പുകളുടെ ആ ബാണങ്ങളുടെ തീക്ഷ്ണത നീ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യുന്നത്. ന കുംഭകർണേന്ദ്രിജിതോ ന രാജ തഥാ മഹാപാർശ്വമഹോദരോ വാ നികുംഭകുംഭൗ ച തഥാ നികായ
സ്ഥാതും ന ശക്താ യുധിരാഘവസ്യ. രാജാവേ, യുദ്ധത്തിൽ കുംഭകർണനോ ഇന്ദ്രജിത്തിനോ മഹാപാർശ്വനോ മഹോദരനോ നികുംഭനോ കുംഭനോ അതികായനോ ആരും രാമന് നേരെ നിൽക്കാൻ പോന്നവരല്ല. ജീവംസ്തു രാമസ്യ ന മോക്ഷസേത്വം ഗുപ്തസവിത്രാപ്യഥവാമരുൽഭേ ന വാസവസ്യാംഗഗതോ ന മൃത്യോർ നഭോ ന പാതാളമനുപ്രവിഷ്ട. സൂര്യനോ മരുത്തുക്കളോ രക്ഷിച്ചാലും ഇന്ദ്രന്റെയോ മൃത്യുവിന്റെയോ മടിയിൽ അഭയം തേടിയാലും ആകാശത്തിലോ പാതാളത്തിലോ പോയി ഒളിച്ചാലും രാമനിൽ നിന്ന് അങ്ങ് ജീവനോടെ മോചനം നേടുകയില്ല. ആരും രക്ഷിക്കാനുണ്ടാവില്ല, എവിടെയും പോയി ഒളിക്കാനും സാധിക്കില്ല. ശ്രീരാമനിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമല്ല, സാധ്യല്ല എന്ന് പറയാണ്. നിശമ്യവാക്യം തു വിഭീഷണസ്യ തതപ്രഹസ്തോ വചനം ബഭാഷേ നനോഭയം വിത്മന ദൈവതേഭ്യോ ന ദാനവേഭ്യോ ഹ്യതവാകുതശ്ചിൽ. വിഭീഷണന്റെ വചനം കേട്ട് പ്രഹസ്തൻ പറഞ്ഞു, നമുക്ക് ദേവന്മാരിൽ നിന്നോ ദാനവന്മാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ഭയമൊന്നും കാണുന്നില്ല. യക്ഷഗന്ധർവ മഹോരഗേഭ്യോ ഭയം ന സംഖ്യേ പദഗോത്തമേഭ്യ കഥം നു രാമാൽ ഭവിതാ ഭയം നോ നരേന്ദ്രപുത്രാൽ സമരേ ഗദാജിൽ. യക്ഷഗന്ധർവന്മാരിൽ നിന്നോ മഹാസർപ്പങ്ങളിൽ നിന്നോ പക്ഷി രാജാക്കന്മാരിൽ നിന്നോ പോരിൽ നമുക്ക് ഭയമില്ല. പിന്നെ ഈ രാജപുത്രനായ മനുഷ്യനായ രാമനിൽ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് ഭയം തോന്നിയതുണ്ടോ? ശ്രീരാമനെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് പ്രഹസ്തനെ. പ്രഹസ്തവാക്യം ത്വഹിതം നിശമ്യ. അഹിതമായ വാക്യം കേട്ട് പ്രഹസ്തന്റെ വിഭീഷണോ രാജഹിതാനുകാംക്ഷി തതോ മഹാത്മാ വചനം ഭഭാഷേ ധർമാർത്ഥകാമേഷു നിവിഷ്ടബുദ്ധി. അഹിതങ്ങളായ പ്രഹസ്തവാക്യങ്ങൾ കേട്ട് രാജഹിതകാംക്ഷിയും ധർമാർത്ഥകാമങ്ങളിൽ മനസ്സുറപ്പിച്ചവനും മഹാത്മാവുമായ വിഭീഷണൻ ഈ വചനങ്ങൾ പറഞ്ഞു. പ്രഹസ്തരാജാച മഹോദരശ്ച ത്വം കുംഭകുർണശ്ച യഥാർത്ഥജാതം ബ്രവീത രാമം പ്രതി തന്ന ശക്യം യഥാഗതി സ്വർഗമധർമ്മബുദ്ധി. പ്രഹസ്ത, രാജാവും മഹോദരനും കുംഭകർണനും നീയും അറിവുള്ളതുപോലെ പറഞ്ഞല്ലോ. ധാരാളം അറിവുള്ള ആൾക്കാരെ പോലെ സംസാരിച്ചു. എന്നാൽ അധാർമികൻ സ്വർഗം നേടുന്നതുപോലെ അസാധ്യമായ കാര്യമാണത്. അധാർമികന് സ്വർഗം നേടാൻ സാധിക്കില്ല. ധർമ്മം ആചരിക്കുന്നവർക്കേ സ്വർഗസുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ. അതുപോലെ അസാധ്യമായ കാര്യമാണ് നീ ഇപ്പോൾ ഈ പറഞ്ഞത്. വധസ്തു രാമസ്യ മയാത്വയാ വാ പ്രഹസ്ത സർവൈരപി രാക്ഷസൈർവാ കഥം ഭവേദർത്ഥവിശാരദസ്യ മഹാർണവം തർത്തും അവിപ്ലവസ്യ. വള്ളമില്ലാത്തവന് പെരുങ്കടൽ കടക്കാനെന്ന പോലെ അർത്ഥവിശാരദനായ രാമനെ വധിക്കാൻ എനിക്കോ നിനക്കോ സർവ രാക്ഷസന്മാർക്കോ സാധിക്കില്ല. എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുകയാണ്. സർവ രാക്ഷസന്മാർക്കുമോ എങ്ങനെ സാധിക്കും? ആർക്കും സാധ്യമല്ലാതെ സാധിക്കാത്ത കാര്യമാണ് അതാ പറയുന്നത്. ധർമ്മപ്രധാനസ്യ മഹാരഥസ്യ ഇക്ഷ്വാകുവംശപ്രഭവസ്യ രാജ്ഞ പ്രഹസ്തദേവാശ്ച തഥാവിധസ്യ കൃത്യേഷു ശക്തസ്യ ഭവന്തി മൂഢ. ധർമ്മപ്രധാനനും മഹാരഥനും ഇക്ഷ്വാകുവംശപ്രഭവനും രാജാവും ശക്തനും ഇങ്ങനെയുള്ളവനുമായ രാമന്റെ കൃത്യങ്ങളിൽ ദേവന്മാർ പോലും മൂഢരാണ്. ദേവന്മാർക്ക് പോലും ശ്രീരാമന്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല, മുഴുവനായിട്ടൊന്നും അറിയില്ല. പിന്നെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? തീഷ്ണങ്ങളും കങ്കപത്രാലങ്കൃതങ്ങളും ദുർദർശങ്ങളുമായ രാമൻ ഉതിർക്കുന്ന ബാണങ്ങൾ നിന്റെ ശരീരം പിളർന്ന് പ്രവേശിച്ചിട്ടില്ല. പ്രഹസ്തനോട് പറയാണ്. അതുകൊണ്ട് നീ മേനി പറയുന്നു. ശ്രീരാമന്റെ ബാണങ്ങളുടെ തീഷ്ണത നീ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ മേനി പറയുന്നത്. ന രാവണോ നോതിബലസ്ത്രീശീർഷോ ന കുംഭകർണോസ്യ സുതോ നികുംഭ ന ചേന്ദ്രജിത് ദാശരഥിം പ്രസോടും തുംവാരണേ ശക്രസമം സമർത്ഥ. ഇന്ദ്രതുല്യനായ ദാശരഥയെ യുദ്ധത്തിൽ എതിർക്കാൻ രാവണനോ അതിബലവാനായ ത്രിശിരസ്സനോ കുംഭകർണനോ പുത്രനായ നികുംഭനോ നീയോ സമർത്ഥരല്ല. ഒരാർക്കും ശ്രീരാമനോട് എതിരിടാൻ സാധിക്കുന്നവരല്ല. ദേവാന്തകനോ
നരാന്തകനോ അതികായനോ മഹാത്മാവായ അധിരഥനോ അദ്രിസമാനനായ അകമ്പനനോ യുദ്ധത്തിൽ രാഘവന്റെ നേർക്ക് നിൽക്കാൻ ശക്തരല്ല. പ്രകൃത്യാ തീഷ്ണനും വ്യസനങ്ങളാൽ വലയുന്നവനും വിചാരമില്ലാതെ പ്രവർത്തിക്കുന്നവനുമായ ഈ രാജാവ് മിത്രങ്ങളെങ്കിലും അമിത്രതുല്യരായ നിങ്ങളാൽ രാക്ഷസനാശത്തിനു വേണ്ടി സേവിക്കപ്പെടുന്നു. ഇപ്പോൾ ആപത്ത് അനുഭവിക്കുന്നു, കഷ്ടപ്പെടുന്ന രാജാവിനെ, വ്യസനങ്ങളെ കൊണ്ട് വലയുന്ന ആപത്തുകളിൽ ദുഃഖിച്ചിരിക്കുന്ന ഈ രാജാവിനെ, വിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ രാജാവ് നിങ്ങളെ മിത്രങ്ങളായിട്ട് കരുതുന്നു. പക്ഷേ നിങ്ങൾ അമിത്രങ്ങളെ പോലെ രാജാവിൻ്റെ നാശത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. മിത്രങ്ങളായ നിങ്ങൾ അമിത്രങ്ങളായി പ്രവർത്തിക്കുന്നു രാജാവിൻ്റെ നാശത്തിനു വേണ്ടി. അനന്തഭോഗേന സഹസ്രമൂർധ നാഗേന ഭീമേന മഹാബലീന ബലാൽ പരിക്ഷിപ്തമിമം ഭവന്തോ രാജാനമുൽക്ഷിപ്യ വിമോചയന്തു. അനന്തമായ പത്തികളും 1000 തലകളുമുള്ള ഭീമനും മഹാബലവാനുമായ സർപ്പത്താൽ ചുറ്റപ്പെട്ട ഈ രാജാവിനെ ഭവാന്മാർ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുവിൻ. ഇത്രയും വലിയ ആപത്തിൽപ്പെട്ട ഈ രാജാവിനെ നിങ്ങൾ എല്ലാവരും ചേർന്ന് മോചിപ്പിക്കുകയാണ് വേണ്ടത്. ഗ്രഹണം സുഹൃൽഭേ സമേത്യ സർവൈവ പരിപൂർണകാമൈ നിഗൃഹ്യ രാജാ പരിരക്ഷിതവ്യോ ഭൂതൈര്യഥാ ഭീമബലൈർഗിഹിത. അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ച സുഹൃത്തുക്കൾ ഒത്തുചേർന്ന രാജാവിനെ രക്ഷിക്കേണ്ടതാണ്. സംഹാരിണ രാഘവസാഗരേണ പ്രച്ഛാദ്യമാനസ്തരസാ ഭവദ്ഭി യുക്തസ്ത്വയം താരയിതും സമേത്യ കാകുൽസ്ഥപാതാളമുഖേ പതൻസ. സംഹാരിയായ രാഘവസാഗരത്തിൽ മുങ്ങിയ ഇദ്ദേഹം കാകുൽസ്ഥനാകുന്ന ബടവാഗ്നിയിൽ പതിക്കുന്നതിനു മുമ്പേ ഭവാന്മാർ ഒന്നിച്ചു കരകയറ്റണം. ഇദ്ദേഹം ആപത്തിൽ മുങ്ങി, ആപത്തിൽ പെട്ടുകഴിഞ്ഞു. ഇനി നിങ്ങൾ ഇദ്ദേഹത്തെ ആ ശ്രീരാമന്റെ അമ്പ് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, ഈ ഭഗവാനാകുന്ന ആ ബടവാഗ്നിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്നിച്ച് കരകയറ്റണം എന്ന് പറയാണ് മന്ത്രിമാരോട്. ആ വിഭീഷണൻ അദ്ദേഹത്തെ രക്ഷിക്കാനാണ് പ്രയത്നിക്കേണ്ടത്, അല്ലാതെ കൂടുതൽ ആപത്തിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് വിഭീഷണന്റെ ഉദ്ദേശം. ഇതം പുരാസ്യാദി സ രാക്ഷസസ്യ രാജ്ഞശ്ചപഥ്യം സസുഹൃജനസ്യ സമ്യക് വാക്യം സ്വമതം ബ്രവീമി നരേന്ദ്രപുത്രായ ദദാമപത്യം. രാക്ഷസഗണങ്ങളോടൊത്ത ഈ നഗരത്തിനും സുഹൃജനങ്ങളോടൊത്ത രാജാവിനും ഈ വാക്യം ഹിതമാണ്. ഞാൻ പറയുന്ന ഈ വാക്യം ഹിതകരമായിരിക്കും. എന്താണെന്നല്ലേ എൻ്റെ അഭിപ്രായം പറയാം. നരേന്ദ്രപുത്രന്, അതായത് ശ്രീരാമന് സീതയെ തിരിച്ചു കൊടുക്കുക. ഇതേ ഒരു മാർഗം കാണുന്നുള്ളൂ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ശ്രീരാമനാകുന്ന ആ പ്രളയാഗ്നിയിൽ നമ്മളെല്ലാവരും മുങ്ങിപ്പോകും, നശിച്ചു പോകും. രാക്ഷസന്മാരെല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ശ്രീരാമനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് നല്ലത് എന്ന് ആ വിഭീഷണൻ മറ്റെല്ലാവരോടുമായിട്ട് ഉപദേശം പറയുന്നു. പരസ്യ വീര്യം സ്വബലം ച ബുദ്ധ്വാ സ്ഥാനം ക്ഷയം ജൈവ തഥൈവ വൃദ്ധിം തഥാ സ്വപക്ഷേപ്യനുമൃശ്യ ബുദ്ധ്യാ വധേൽ ക്ഷമം സ്വാമിഹിതം ച മന്ത്രി. വൈരിയുടെ വീര്യവും സ്വബലവും സ്ഥാനവും ക്ഷയവും വൃദ്ധിയും ബോധ്യപ്പെട്ട്, വൈരിയുടെ വീര്യം മനസ്സിലാക്കണം, ബലം നമ്മുടെ ബലവും മനസ്സിലാക്കാം. അതേമാതിരി ക്ഷയവും വൃദ്ധിയും എല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം ശത്രുവിൻ്റെയും സ്വന്തം പക്ഷക്കാരുടെയും കഴിവ്, ശക്തി എത്രയുണ്ട് എന്നുള്ളത്, സാമർഥ്യം എത്രയുള്ളതെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ബുദ്ധിപൂർവം ഉചിതമായ ആ സ്വാമിഹിതം വാക്കുകളാണ് പറയേണ്ടത്. സ്വാമിയുടെ ഹിതമനുസരിച്ചും രാജ്യത്തിന് ഹിതമായുമായ കാര്യങ്ങൾ പറയുന്നതാണ് മന്ത്രിയുടെ ധർമ്മം. മന്ത്രിമാരെ വേണ്ട പോലെ ഉപദേശം ചെയ്ത രാജാവിനെ രക്ഷിക്കാം ആപത്തിൽ നിന്ന് എന്നും കൂടി വിഭീഷണൻ അവിടെ അഭിപ്രായപ്പെട്ടു. വിഭീഷണന്റെ വാക്യൊന്നും രാജാവോ മറ്റാരും കൈക്കൊള്ളില്ല. ഇന്ദ്രജിത്ത് അതിന് കയറിയിട്ട് വാക്യം, അതിനുശേഷം അതിനുള്ള മറുപടി പറയണത്, ഇത് കേട്ടിട്ട് ഇന്ദ്രജിത്ത് എഴുന്നേറ്റ് പറയുന്നത് എന്താന്നുള്ളത് അടുത്ത സർഗത്തിൽ കേൾക്കാം. അങ്ങനെ
അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട വാക്ക് പറയാത്തത് കൊണ്ട് ആര് പറഞ്ഞാലും രാവണൻ കേൾക്കാനൊന്നും പോണില്ല. വിഭീഷണന്റെ വാക്യം കേട്ടില്ല. അതുകൊണ്ടല്ലേ ആ വിഭീഷണനെ അടിച്ചോടിച്ചു. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുക ചെയ്തത്. അതറിയായിരുന്നു, കുംഭകർണനും അറിയാം, നീതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ പോകുന്നില്ല എന്ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ശരി, നിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാം, നീ എന്താണെന്ന് വെച്ച് ചെയ്യുമെന്ന് വെച്ചിട്ട് വിട്ടുകൊടുത്തു. അത്രയാണ്. അങ്ങനെ തന്നെയാണ് പലരും, എത്രയോ പേര് അറിവുള്ളവരിവിടെ ഉണ്ട്. എല്ലാവരും ആ രാവണന്റെ ഹിതം, രാവണനെ ഭയപ്പെട്ട് അധർമ്മത്തിന് കൂട്ടുനിന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് സർവത്ര നാശം സംഭവിക്കാൻ പോകുന്നത്. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ യുദ്ധകാണ്ഡേ 14 സർഗ. അടുത്ത സർഗത്തിലെ ഇന്ദ്രജിത്തിന്റെ വാക്യം കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തിപ്രജാഭ്യാം പരിപാലയന്ത ധർമ്മേണ മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.